ഹലോ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ജെറ്റ് പാക്കിൽ എങ്ങനെയാണ് ഒരു റിപ്പയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിപ്പയർ എന്ന സെക്ഷനിലേക്ക് പോവുക. റിപ്പയർ ലിസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് എല്ലാ തരത്തിലുള്ള നമ്മുടെ വർക്കുകൾ എൻ്റർ ചെയ്തിട്ടുള്ള വർക്കുകൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പുതിയതായി ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് റിപ്പയർ എന്ന ഫംഗ്ഷനാലിറ്റി നമ്മൾ ഉപയോഗിക്കുക. അതിനകത്ത് നമുക്ക് കസ്റ്റമർ നെയിം, കസ്റ്റമറിൻ്റെ ഫോൺ നമ്പർ, ഓൾട്ടർനേറ്റ് നമ്പർ, കസ്റ്റമറിൻ്റെ ഇമെയിൽ, ബില്ലിംഗ് അഡ്രസ്സ് എന്നിവയൊക്കെ നമുക്ക് ശേഖരിക്കാവുന്നതാണ്. അതിനായിട്ട് ആദ്യം ഞാൻ കസ്റ്റമർ നെയിമാണ് കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു കസ്റ്റമർ നെയിം കൊടുക്കുകയാണ്. അതിനുശേഷം കസ്റ്റമറിൻ്റെ ഫോൺ നമ്പർ, ഓൾറെഡി ഈ കസ്റ്റമർ നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ കസ്റ്റമർ പോപ്പുലേറ്റ് ആകുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഈ കസ്റ്റമർ പുതിയതായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൾട്ടർനേറ്റ് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, ലൈക്ക് കസ്റ്റമറിൻ്റെ ഇമെയിൽ ഉണ്ടെങ്കിൽ കൊടുക്കാം, ബില്ലിംഗ് അഡ്രസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഞാനതൊന്നും കൊടുക്കുന്നില്ല തൽക്കാലം. സോ കേസ് ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ വർക്കിൻ്റെയും യൂണീക്ക് ഐഡൻറ്റിഫയർ ആണ്. ഓരോ കേസിലും നമ്മൾ ഓരോരോ യൂണീക്ക് ആയിട്ടുള്ള ഐഡിയകൾ കൊടുക്കാറുണ്ട്. ജെറ്റ് പാക്കിൽ അത് പല രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. നിങ്ങളുടെ ഓരോ വർക്കിനും നിങ്ങൾക്ക് തന്നെ ഓരോ പുതുതായിട്ടുള്ള വർക്ക് ലൈക്ക് യൂണീക്ക് നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്യാം. അങ്ങനെയല്ല, ഈ സ്ട്രിങ്, അതായത് എനിക്ക് വേണ്ടത് 701 ആണ്, 701, 702, 703 അങ്ങനെ നെക്സ്റ്റ് സ്ട്രിങ് വേണമെങ്കിൽ അത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകളും ജെറ്റ് പാക്കിൽ അവൈലബിൾ ആണ്. സോ ഇവിടെ ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് കേസ് ഐ ഡി ജനറേഷൻ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം തന്നെ ഒരു കേസ് ഐ ഡി നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് നെയിമാണ്. നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് ഞാൻ സെർച്ച് ചെയ്യാണ്, അല്ലെങ്കിൽ എൻ്റെ കിട്ടിയ എക്യുപ്മെൻറ്റ് ലാപ്ടോപ്പാണ്. മാനുഫാക്ചർ ഉണ്ടെങ്കിൽ ഞാൻ HP സെലക്ട് ചെയ്യുന്നു. മോഡൽ എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടെങ്കിൽ E20 ഞാൻ കൊടുക്കുന്നു, ഉണ്ടെങ്കിൽ മാത്രം. സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ സീരിയൽ നമ്പർ കൊടുക്കുന്നു. അടുത്ത പ്രോബ്ലം ഡിസ്ക്രിപ്ഷനാണ്. ഞാൻ പറയുമ്പോൾ നോട്ട് വർക്കിംഗ് ആണ്. ഓക്കെ, സംതിങ് നോ പവർ ആൻഡ് നോട്ട് പവർ ഓൺ ആണ്. ആക്സിലറി എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് എന്നുള്ളതാണ്. ഞാൻ ലാപ്ടോപ്പ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഡിവൈസ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസിന് എന്തെങ്കിലും ലോക്കുകളിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം, നമുക്കത് എടുക്കണമെങ്കിൽ അത് ശേഖരിച്ച് വെക്കാം. ലൈക്ക് ഇപ്പോൾ ഇവിടെ ഞാനത് ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഞാൻ അവിടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനെ കാണുകയുള്ളൂ. എപ്പോഴാണ് നമുക്ക് വേണ്ടത് നമുക്കത് ജസ്റ്റ് വിസിബിൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അതൊന്നും ശേഖരിക്കുന്നില്ല. അതിനുശേഷം അസൈനി എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. അസൈൻ എന്ന് പറഞ്ഞാൽ ജെറ്റ് പാക്കിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്യൂട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമ്പനിയുടെ എല്ലാ വർക്കേഴ്സിനെയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സപ്പോസ് എൻ്റെ ഷോപ്പിൽ എനിക്ക് 4 വർക്കർമാരുണ്ടെങ്കിൽ, 4 എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് 4 പേര് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് എനിക്ക് ഓരോ വർക്കുകളും ഓരോരോ എഞ്ചിനീയേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂസറിനെ കിട്ടി. എനിക്ക് ഈ യൂസറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വർക്കുകൾ എനിക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു വർക്കറും ഇല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള അഡ്മിൻ ആയിരിക്കും പ്രധാനമായിട്ടുള്ള യൂസറായിട്ട് ഉണ്ടാവുക. സോ അതിനുശേഷം ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സ് ആണ്, എസ്റ്റിമേറ്റ് ആണ്. ഞാനിപ്പോൾ ഈ വർക്കിന് ഞാൻ 5000 ആണ് ഇടുന്നതെന്ന് വിചാരിക്കുക. അതിനകത്ത് ഞാൻ 1000 രൂപ ഞാനൊരു നമ്മുടെ അഡ്വാൻസ് ആയിട്ട് മേടിച്ചെന്ന് വിചാരിക്കുക. ശേഷം 4000 രൂപ എനിക്ക് തരാനുണ്ട്. സോ ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് നമ്മുടെ ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ജോബ് ഷീറ്റ് ക്രിയേഷനിലും ജെറ്റ് പാക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കസ്റ്റമറിന് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്സപ്പിലേക്കാണ് അത് പോവുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് ഫംഗ്ഷനാലിറ്റി ആവശ്യമില്ല എങ്കിൽ സെറ്റിംഗ്സിൽ പോവുക. അതിനുശേഷം അഡ്വാൻസ് സെറ്റിംഗ്സിനകത്ത് ജെറ്റ് പാക്ക് കമാൻഡ് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിട്ടാൽ മതി. ഇതിപ്പോൾ നിലവിൽ ഇനേബിൾ ആണ്. ഇനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ മെസ്സേജ് സർക്കാരിന് പോകും, മെസ്സേജ് നമ്മുടെ കസ്റ്റമറിന് പോകും. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്തിട്ടാകുന്നതാണ്. സോ ഞാൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി എനിക്ക് ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട എല്ലാ ഡേറ്റ്സും ആയിട്ടുണ്ട്. ഞാൻ ജോബ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് കാണാൻ പറ്റും ജോബ് ക്രിയേറ്റ് ആയതുകൊണ്ട്. ഞാനത് കാണാൻ വേണ്ടി ഞാൻ ഇന്നത്തെ ഡേറ്റ് വെച്ച് സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ ജോബ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ജോബ് ക്രിയേറ്റ് ആയത് ബേസിക്കലി ഒരു ജോബ് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് ക്രിയേറ്റഡ് ആയിരിക്കും, അസറ്റിൻ്റെ സ്റ്റാറ്റസ് റിസീവ്ഡ് ആയിരിക്കും. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ജോബ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അസറ്റ് അതായത് കസ്റ്റമർ കൊണ്ടുവന്ന എക്യുപ്മെൻറ്റ് എന്തോ ആയിക്കൊള്ളട്ടെ അത് നമ്മുടെ കയ്യിലാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.